രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കുമോ, മത്സരിക്കുകയാണെങ്കിൽ തന്നെ അത് ഏത് സീറ്റിലായിരിക്കും, അമേത്തിയിലായിരിക്കുമോ, റായ്ബറേലിയിലായിരിക്കുമോ, അതോ മറ്റെവിടെയെങ്കിലും ആയിരിക്കുമോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ പോലും വലിയ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഏതായാലും അഭ്യൂഹങ്ങൾക്ക് അവസാനമായി. രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തെ അമേത്തിയിൽ മത്സരിക്കാൻ സ്മൃതി ഇറാനി നേരത്തെ വെല്ലുവിളിച്ചാണ്. വയനാട്ടിൽ മത്സരിച്ച് ജയിക്കാൻ ആർക്ക് സാധിക്കും? ചുണയുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അമേത്തിയിൽ വന്ന് എനിക്കെതിരെ മത്സരിക്കട്ടെ എന്നവർ വെല്ലുവിളിച്ചു. രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കിയില്ല. ഏതായാലും ഒരുപാട് തലപുകഞ്ഞ് ആലോചിച്ചതിന് ശേഷം അദ്ദേഹം അമേത്തിയിൽ വേണ്ട, റായ്ബറേലിയിൽ മത്സരിച്ച് കളയാം എന്ന് തീരുമാനിച്ചു. റായ്ബറേലി കാലാകാലങ്ങളായിട്ട് നെഹ്റു ഗാന്ധി കുടുംബക്കാർക്ക് മത്സരിക്കാൻ തീരെഴുതി കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണ്. ആ കുടുംബത്തിൽ നിന്ന് അവിടെ ആദ്യം മത്സരിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയർ. പിന്നീട് ഇന്ദിരാഗാന്ധി അതേ മണ്ഡലത്തിൽ മത്സരിച്ചു, അവിടെ നിന്ന് ജയിച്ചു, പ്രധാനമന്ത്രിയായി. പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവർ മത്സരിച്ച് തോറ്റ മണ്ഡലവുമാണ് റായ്ബറേലി. റായ്ബറേലിയിലെ വിഖ്യാതമായ തെരഞ്ഞെടുപ്പ് കേസ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ നാഴികക്കല്ലായി മാറിയ സംഭവമാണ്. ആ തെരഞ്ഞെടുപ്പ് കേസിൽ ശ്രീമതി ഗാന്ധി പരാജയപ്പെട്ടതുകൊണ്ടാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കേണ്ടി വന്നത്. പിന്നീട് ഭരണഘടന മാറ്റി എഴുതിയത്, 42ാം ഭേദഗതി കൊണ്ടുവന്നത്, പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചത്, അത് കഴിഞ്ഞ് സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്ദിരാഗാന്ധിയുടെ പരാജയത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന മണ്ഡലവുമാണ് റായ്ബറേലി. 1980-ൽ വീണ്ടും ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ മത്സരിച്ചു. കൂട്ടത്തിൽ മേടക്ക് മണ്ഡലത്തിലും മത്സരിച്ചു. 2 സ്ഥലത്തും ഇന്ദിരാഗാന്ധി ജയിച്ചു. ജയിച്ചതിന് ശേഷം റായ്ബറേലി ഉപേക്ഷിച്ചു, അവിടുന്ന് രാജിവെച്ചു. അവർ മേടക്ക് നിലനിർത്തി എന്നുള്ളതാണ് ചരിത്രം. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം കുറച്ച് നാൾ ക്യാപ്റ്റൻ സതീഷ് ശർമ്മയും മറ്റുമൊക്കെ ആ മണ്ഡലത്തെ പ്രതികരിച്ചുവെങ്കിലും പിന്നീട് ശ്രീമതി സോണിയാഗാന്ധി 1999 മുതൽക്ക് അവിടെ മത്സരിക്കുന്നു, അവിടെ നിന്ന് ജയിക്കുന്നു. അതായിരുന്നു സാഹചര്യം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഈ അമേത്തി മണ്ഡലത്തിൽ പരാജയപ്പെട്ടപ്പോഴും സോണിയാഗാന്ധി സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തോടെ റായ്ബറേലിയിൽ നിന്ന് വിജയിച്ചു. കോൺഗ്രസ്സിന് നിലവിൽ ഉള്ള ഏക സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞാൽ റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും, അമേത്തിയിൽ അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്ര മത്സരിക്കും എന്നൊക്കെയാണ് കേട്ടിരുന്നത്. വാദ്രയ്ക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. എന്ന് മാത്രമല്ല, AICC ഓഫീസിൻ്റെ മുമ്പിൽ ചില പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു. അമേത്തിയിലെ ജനങ്ങൾ റോബർട്ട് വാദ്രയെ കാത്തിരിക്കുകയാണ് എന്ന്. ഏതായാലും വാദ്രയെ കാത്തിരുന്ന ജനങ്ങൾ ഇപ്പം നിരാശാഭരിതരായിരിക്കുകയാണ്. കാരണം വെച്ചാൽ വാദ്രയ്ക്ക് സീറ്റ് കൊടുത്തിട്ടില്ല. അത് വാദ്രയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലില്ല. കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ചൊരിഞ്ഞും അളന്നും പലതവണ നെടുകയും കുറുകയും കോണോട് കോണായിട്ടും ആലോചിച്ചിട്ടാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കട്ടെ, KL ശർമ്മ ഒരു പഴയ നേതാവാണ്, അദ്ദേഹം അമേത്തിയിൽ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. ഏതായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് വയനാട്ടിലെ ജനങ്ങളോടുള്ള വലിയ വഞ്ചനയാണെന്ന് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നമ്മുടെ ആനി രാജ പറയുന്നത് കേട്ടു. കാലാകാലങ്ങളിൽ പ്രമുഖ നേതാക്കൾ ഇതുപോലെ 2 മണ്ഡലങ്ങളിലൊക്കെ മത്സരിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധി മേടക്കിലും റായ്ബറേലിയിലും മത്സരിച്ചു. പിന്നീട് സോണിയാഗാന്ധി റായ്ബറേലിയിലും ബെല്ലാരിയിലും മത്സരിച്ചു. അതുപോലെ അടൽ ബിഹാരി വാജ്പേയി ഒരേ സമയത്ത് ഗാന്ധിനഗറിലും വിദിശയിലും മത്സരിച്ചു. വാജ്പേയിയും ഇതുപോലെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച ചരിത്രമുണ്ടായിട്ട്. അപ്പോൾ അതിലൊന്നും ഒരു പുതുമയില്ല. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യശസ്സിന് മാറ്റുകൂട്ടുകയുള്ളൂ. പക്ഷേ ഞാൻ പത്രത്തിൽ വായിച്ച ഒരു കാര്യം, നേരെ ഒന്നുകൂടെന്നറിയില്ല, മനോരമയിൽ വായിച്ചാണ്. ഇനി അഥവാ റായ്ബറേലിയിൽ നിന്ന് ജയിച്ചാലും രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം വിടുകയില്ല എന്നാണ്. നിയമപരമായിട്ട് ഭരണഘടനാപരമായിട്ട് അത് പറ്റുകയില്ല. ഒന്നുകിൽ വയനാട് അല്ലെങ്കിൽ റായ്ബറേലി അദ്ദേഹത്തിന് സ്വീകരിക്കാം, മറ്റേത് രാജിവെക്കേണ്ടി വരും. അപ്പോൾ 2 സ്ഥലത്തു നിന്ന് ജയിച്ചാൽ ഒന്ന് ഉപേക്ഷിക്കേണ്ടി വരും. ഇവിടെ MM ഹസൻ അടക്കമുള്ള ആളുകൾ രാഹുൽ ഗാന്ധി റായ്ബറേലിയെ നിലനിർത്തുകയും വയനാട് ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ ഇതേ പ്രതീക്ഷയിൽ കാത്തിരുന്നത് നമ്മുടെ T സിദ്ദിഖായിരുന്നു. പക്ഷേ കഷ്ടകാലം കൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോൽക്കുകയും വയനാട്ടിൽ ജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് സിദ്ദിഖിന് പിന്നെയും വളരെ കാലം കാത്തിരിക്കേണ്ടി വന്നു. സിദ്ദിഖ് ഇതുവരെ പാർലമെൻറ്റ് അംഗമായിട്ടില്ല. അദ്ദേഹം പിന്നെ കൽപ്പറ്റ നിയമസഭാ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഏതായാലും ഹസനാദി നേതാക്കന്മാരുടെ പ്രതീക്ഷ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കും,
അപ്പോൾ വയനാട് ഉപേക്ഷിക്കും എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നതായിട്ട് മനോരമക്കാർ വിചാരിക്കുന്നത് അദ്ദേഹം റായ്ബറേലിയിൽ നിന്ന് ജയിച്ചാലും വയനാട് ഉപേക്ഷിക്കുകയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹസന് റായ്ബറേലിയിൽ മത്സരിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. KPCC വേണമെങ്കിൽ അതിനൊരു ശുപാർശക്കത്തും അദ്ദേഹത്തിന് കൊടുക്കും. ഏതായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തന്നെ മത്സരിക്കട്ടെ. KL ശർമ്മ അമേത്തിയിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിച്ച് തറവാടിൻ്റെ മാനം വീണ്ടെടുക്കട്ടെ എന്ന ആശംസയോടുകൂടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് എല്ലാ മംഗളമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനോരമ തന്നെ ആശംസിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.